ഗാണ്ഡവപ്രസ്ഥം എന്നു പേരുള്ള ഒരു കൊടുമനം ഹസ്തിനപുരത്തിനടുത്ത് ഉണ്ടായിരുന്നു. ഭൂതങ്ങളും പിശാചുക്കളും അസുരന്മാരും ക്രൂരജന്തുക്കളും നിറഞ്ഞ ആർക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു കൊടുങ്കാടായിരുന്നു അത്. അഗ്നിദേവൻ ഗാണ്ഡവപ്രസ്ഥം ദഹിപ്പിക്കാൻ നിശ്ചയിച്ചു. പക്ഷേ ഇന്ദ്രരാജനായ ദേവേന്ദ്രന്റെ ലക്ഷ്യം എന്തു വില കൊടുത്തും ഗാണ്ഡവനത്തെ അതുപോലെ നിലനിർത്തണം എന്നായിരുന്നു. ഗാണ്ഡവനത്തിന് അഗ്നിദേവൻ തീയിട്ടാൽ ഇന്ദ്രദേവൻ മഴ പെയ്ച്ച് തീ കെടുത്തുമായിരുന്നു. അങ്ങനെ അഗ്നിദേവൻ ശ്രീകൃഷ്ണനെയും അർജുനനെയും സഹായത്തിനായി വിളിച്ചു. ഇന്ദ്രൻ മഴ പെയ്യ്ക്കുകയാണെങ്കിൽ മഴവെള്ളം വനത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ആ വനത്തിന്റെ മുകളടച്ച ഒരു ശരകൂടം നിർമ്മിക്കാനായി അർജുനൻ ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വരുണദേവൻ സമ്മാനിച്ചു. അങ്ങനെ അഗ്നിദേവൻ ഗാണ്ഡവ വനത്തിന് തീയിട്ടു പതിവ് പോലെ ഇന്ദ്രദേവൻ മഴ പെയ്യിച്ചു. അർജുനൻ ഗാണ്ഡവ വനത്തിൽ വെള്ളം വീഴാതെ തടുത്തു. വനത്തെ അഗ്നി വിഴുങ്ങിയപ്പോൾ വനത്തിൽ പാർത്തിരുന്ന രാക്ഷസന്മാരും അസുരന്മാരും പുറത്തു ചാടി. അർജുനൻ ഗാണ്ഡീവം കൊണ്ടും ശ്രീകൃഷ്ണൻ കൗമോദകി എന്ന കത്കൊണ്ടും അസുരന്മാരെ കാലപുരിക്ക് അയച്ചു.